ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നാട്ടിൽ നിന്ന് എത്തിയേക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ബ്രോഡ്വേയിലാണ്. അപ്പം നമുക്ക് എറണാകുളത്തെ ബ്രോഡ്വേയിലെ ക്രിസ്മസ് സെലിബ്രേഷനും കൂടുതൽ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. മാത്രമല്ല ഗൈസ്, എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിസ്റ്റർ ഷബാനയുണ്ട്, ബനാന ടോക്സ്. അപ്പം കാണിച്ചു തരാം. അപ്പോഴേ ബ്രോഡ്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറവിൽ സാധനങ്ങൾ കിട്ടും. അത് എന്ത് സാധനമായിക്കോട്ടെ, ബ്രോഡ്വേയിൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പം ക്രിസ്മസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ക്രിസ്മസിൻ്റെ A to Z കാര്യങ്ങളും ബ്രോഡ്വേയിൽ നമുക്ക് കിട്ടും. ഇവിടേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോഴത്തേന് എന്തുമാത്രം ഐറ്റംസ് ആണെന്നറിയോ ഗൈസ്. ക്രിസ്മസിന് നമുക്ക് പിക്കെടുക്കാനുള്ള ഐറ്റംസും റായും ക്യാപ്പും ഒത്തിരി പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആ ഒരു പ്രൈസിന് നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാൻ സാധിക്കും ഗൈസ്. അപ്പം ഞാൻ ഒരു റൗണ്ട് ഞാൻ എൻ്റെ തലയിൽ വെച്ച് നോക്കി ഗൈസ്. പക്ഷെ ഊരിക്കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എനിക്ക് പണി പാളിയത്. എൻ്റെ മുടിയിൽ കുരുങ്ങിപ്പോയി. പിന്നെ അവസാനം നിവർത്തി ഇട്ടിട്ട് ഞാൻ വെച്ച് നോക്കാനെടുത്ത സാധനം എനിക്ക് മേടിക്കേണ്ടതായിട്ട് വന്നു ഗൈസ്. അപ്പം ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഈ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിൽ 100 റുപ്പീസ് എബോവ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 50 റുപ്പീസേ ഉള്ളായിരുന്നു. പിന്നെ ആങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം അതും ബൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് കുറേ നടക്കുമ്പോഴത്തേനും ഭയങ്കര തിരക്കാണ് ഗൈസ്, നല്ല തിരക്കാണ്. പക്ഷേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ മദർ ബസാറിൽ വരുന്ന ആരും ഇത് വിസിറ്റ് ചെയ്യാതെ പോവില്ല ഗൈസ്. കാരണം നമ്മൾ ഈ ബ്രോഡ്വേ നമ്മൾ എന്തായാലും അവിടോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മദർ ബസാറിൽ ഉറപ്പായിട്ട് വരണം. കാരണം ബ്രോഡ്വേയിൽ ഈ മദർ ബസാറിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഒരുപാട് നമുക്കൊരു 1/2 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ 1/2 കിലോമീറ്റേഴ്സ് പോകുന്ന പോലും നമുക്കറിയത്തില്ല. അതുപോലെ വെറൈറ്റി ഷോപ്പുകളും വെറൈറ്റി ഐറ്റംസും പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഓരോ ഷോപ്പിനും അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഒരു മാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ പെൻഡൻറ്റ് വരുന്ന ഈ മാല എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ഇതിനകത്തുനിന്ന് ഞാൻ ആ ബട്ടർഫ്ലൈയുടെ ആ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും ഒരുപാട് വെറൈറ്റി ട്രീയും ലൈറ്റും സ്റ്റാറും ഒക്കെ കണ്ടു ഗൈസ്. പക്ഷേ ഈ ലൈറ്റൊക്കെ കൂട്ടിയിടുന്ന കണ്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളോട് ഇതിനകത്തൊന്നും തൊടല്, ഷോക്ക് അടിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടോ, നമ്മുടെ പുൽക്കൂട്ടി വെക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത്. അപ്പം ഞാൻ എന്തായാലും പുൽക്കൂട്ടി വെക്കാത്തത് കൊണ്ട് ഞാനിത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വിട്ടു ഗൈസ്. അപ്പം പിന്നെ നമ്മൾ അടുത്ത ഒരു ഷോപ്പിലേക്ക് വന്നു. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇവിടുന്ന് ഞാൻ കുറച്ച് ലൈറ്റുകളൊക്കെ, നല്ല ഭംഗി തോന്നിയ ലൈറ്റുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഈ മദർ ബസാറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുപോലെ കുട്ടി കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്ന ഓരോ സാധനങ്ങളും എന്ത് ഭംഗിയാണെന്നറിയാമോ. ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ഇത് വാങ്ങിച്ചു വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഒരു ക്രിസ്മസ് വൈബ് തന്നെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ഇതെന്തായാലും വാങ്ങിച്ചിട്ട് വെക്കേണ്ടത് തന്നെയാണ് ഗൈസ്.
അങ്ങനെ നമ്മൾ ബസാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറിയാണ് പോകുന്നത്. ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മെട്രോ കയറിയാണ് പോകുന്നത്. മെട്രോ കയറി എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റലെത്തും. അപ്പം എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.